ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ഞാൻ ഇന്ന് ഒരു നല്ലൊരു സൂപ്പർ ചെലിയാക്കറിയാം. ചെലിയാക്കറിയില്ല അതെന്താന്ന്. ചെലിയാൾ അതിൻ്റെ അടുത്ത് നടക്കുമ്പോൾ പേടിയാവും. പക്ഷേങ്കിൽ അത് പേടിക്കേണ്ട, അത് നല്ല ഭയങ്കര ഔഷധ ഗുണമുള്ളൊരു സാധനമാണ് കൊടുകൂത്ത. ഇന്ന് നമ്മൾ കൊടുകൂത്ത വറക്കാൻ പോകാം. അത് നമുക്ക് എങ്ങനെയാണ് പറിക്കാൻ നോക്കാം. കയ്യിൽ തൊടാണ്ട് പറിക്കണമല്ലോ, കയ്യിൽ തൊട്ടാൽ അത് ചൊറിയല്ലോ, പിന്നെ രക്ഷയില്ല. അത് ഇങ്ങനെ വെച്ച് നമുക്ക് കട്ട് ചെയ്ത് കൊടുത്ത ഇഷ്ടം പോലെ കൊടുത്തി ആയിട്ടുണ്ട്. മടക്ക് നല്ല ഇല നോക്കി നമുക്ക് കട്ട് ചെയ്യാം. കൈ തട്ടിക്കറും കത്രിക വെച്ച് ഇങ്ങനെ ആക്കണം. ഇത് ഭയങ്കര ഔഷധമാണ്. നിങ്ങളത് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ അറിയാം ഇതിൻ്റെ ഗുണങ്ങൾ എന്തെല്ലാന്ന്. അങ്ങനെ നമ്മൾ കൊടുത്തിയെല്ലാം പറിച്ചു കൊണ്ടുവന്ന് ഇനി നമുക്കിത് ഒരു 10-5 മിനിറ്റ് മഞ്ഞൾ വെള്ളത്തിലേക്ക് ഇട്ട് വെക്കണം. എന്നിട്ടാണ് അത് കഴുകി കട്ടാക്കാൻ പാടുള്ളൂ. നല്ലോണം മഞ്ഞൾ ഇട്ട് കൊടുക്കുക. ഒരു സ്പൂൺ മഞ്ഞൾ ഇട്ട് കൊടുത്ത് അതിനുശേഷം കൈ തൊടാണ്ടിടണം. ചൊറിയും ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുന്നവരെയും കൈ തൊടാൻ പാടില്ല. നല്ല ഫ്രഷ് ഇതാണ് എന്ന് വെച്ചാൽ ഇഷ്ടംപോലെ നമ്മളെ പറമ്പത്ത് കൊടുത്ത കൃഷി പോലെ ആയിട്ടുണ്ട്. നല്ല ക്ലീൻ ആയിട്ടുള്ള സ്ഥലമാണ്. അതുകൊണ്ട് ഇതിന് നന്നായി ഇതൊന്ന് വെള്ളത്തിൽ കുത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ ഇതും ചൊറിയുന്നതും ഇതെല്ലാം മാറിക്കിട്ടും. എന്തെങ്കിലും അണുക്കളുടെ എല്ലാം പോകും. ഇത് ഭയങ്കര ഔഷധമാണ്. നിങ്ങൾക്കത് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കാണാം. അത്രയ്ക്കും ഔഷധമുള്ളതാണ്. ഇത് കാണുമ്പോൾ നമുക്ക് അടുത്ത് പോകുമ്പോൾ ചൊറിയെന്നുള്ള പേടിയാണ്. പക്ഷേ അത്രയും ഗുണങ്ങളുള്ള സാധനമാണ് കൊടുകൂത്ത എന്ന് പറഞ്ഞൊരു സാധനം. ഇനി ഇത് ഒരു 15 മിനിറ്റ് വെള്ളത്തിൽ കിടക്കട്ടെ. അതിന് ശേഷം നമുക്ക് കട്ടാക്കിയിട്ട് നല്ല ഉള്ളിയും സാധാരണ എങ്ങനെ നമ്മൾ വറുക്കുന്ന കാബേജ് ആയാലും പയറായാലും അതുപോലെ വറുത്തെടുക്കാം. ഇതൊരു 15 മിനിറ്റ് മഞ്ഞൾ വെള്ളത്തിൽ കിടക്കട്ടെ. അങ്ങനെ നമ്മളെ മഞ്ഞൾ വെള്ളത്തിൽ ഇട്ട് വെച്ചത് ഒരു 10-15 മിനിറ്റ് മഞ്ഞൾ വെള്ളത്തിൽ ഇട്ട് വെച്ച് നമ്മൾ അതിന് ശേഷം 2 വെള്ളത്തിൽ കഴുകിയെടുത്ത് മഞ്ഞൾ വെള്ളത്തിലിട്ട് 15 മിനിറ്റ് വെച്ചാൽ ഇത് ചൊറിയൂല. അങ്ങനെ എടുത്ത് ഇത് നമുക്കിനി കട്ടാക്കിയെടുക്കാം. ചെറുതായി വറവിനങ്ങനെ നമ്മളെല്ലാ വറവും കട്ടാക്കുന്നു. അതേപോലെ തന്നെ നന്നായി കഴുകി അങ്ങനെ കട്ടാക്കാം. ഇത് ഉണ്ടാക്കുന്നതൊക്കെ ചൊറിയെന്നുള്ള വഴമുണ്ടെങ്കിൽ ഇത് മുറിക്കുന്നതിന് മുമ്പിൽ കയ്യിൽ ലേശം വെളിച്ചെണ്ണ ആക്കി കൊടുത്താൽ മതി. ചൊറിയുന്നില്ല ഇപ്പോൾ, പക്ഷേ എല്ലാവർക്കും ഒരുപോലെ ഉണ്ടാവില്ലല്ലോ. അലർജി ഉള്ള ആൾക്കാർ ശ്രദ്ധിച്ചിട്ട് തയ്ക്കുക. എന്നാൽ നമുക്ക് ഇവിടെ അലർജി ഉണ്ടായിരുന്നു ഭർത്താവിന്. നമ്മൾ 3-4 മാസം മുമ്പേ ഇതൊന്നും ഉണ്ടാക്കി നോക്കിയായിരുന്നു. അപ്പം ഭയങ്കര ടേസ്റ്റാണ് കൊടുത്ത. പിന്നെ നമുക്ക് കൊടുത്ത് ഉണ്ടായിട്ടില്ല. ഇപ്പോൾ മഴ പെയ്തേരം കുറച്ച് നല്ലോണം ആയി. അതുകൊണ്ടാന്ന് വറുത്ത ഭയങ്കര ടേസ്റ്റാണ്. എന്നാൽ അവർ തിന്നിട്ട് ഒന്നും ആയില്ല. ആദ്യം ഞാനാന്ന് എല്ലാത്തിനും ടേസ്റ്റ് ചെയ്ത് നോക്കി തിന്നുക, എന്നിട്ടേ ഞാൻ കൊടുക്കുള്ളൂ. അപ്പം ഇത് എല്ലാം ഇതുപോലെ കട്ടാക്കിയിട്ട് നമുക്ക് വെക്കാം. അങ്ങനെ കൊടുത്ത നമ്മൾ ചപ്പെല്ലാം മുറിച്ച് നല്ല വറവിന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇത് മഞ്ഞൾ വെള്ളത്തിൽ നിർബന്ധമായിട്ട് മഞ്ഞൾ വെള്ളത്തിൽ 10-15 മിനിറ്റ് എല്ലാ ഇലകളും നല്ലോണം പുതിർത്ത് അവിടെ വെക്കണം. എന്നാലേ ചൊറിയാണ്ട് നിൽക്കൂ. പിന്നെ ഇനി ഇതിൻ്റെ അകത്ത് വേണ്ടുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇട്ട് കൊടുക്കാം. അല്പം മഞ്ഞൾ, ആവശ്യത്തിന് ഉപ്പ്, ഒരു വലിയ ഉള്ളി അരിഞ്ഞിട്ടുണ്ട്, നീളത്തിലാണ് അരിഞ്ഞു വെച്ചിന്. ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇനി അല്പം തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നമുക്കൊന്ന്
കുഴച്ച് കൊടുക്കാം. നല്ല മിക്സാക്കി എടുക്കാം. ഇത് വറുത്ത് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ്. നമ്മൾ ഇതിനു മുമ്പേ 3 മാസം മുമ്പേ നമ്മൾ വറുത്തിട്ടുണ്ട്. നമുക്കത് ഭയങ്കര ഇഷ്ടമായി. നല്ലൊരു ടേസ്റ്റാണ്. നമ്മളെ ഇലകൾ പച്ച ചീര വറവിനെക്കാട്ടിയെല്ലാം വളരെ ഗുണമുള്ളൊരു സാധനമാണ്. നല്ല ടേസ്റ്റുമാണ്. ഇത് വറുത്ത് കഴിച്ചാൽ അതിൻ്റെ ഗുണങ്ങൾ മനസ്സിലാവും. പറഞ്ഞാലൊന്നും ശരിയാവില്ല. മഞ്ഞൾ വെള്ളത്തിലിട്ട് അതുകൊണ്ട് കൈയൊന്നും എനിക്ക് ചൊറിഞ്ഞിട്ടില്ല, ഒന്നും ആയിട്ടില്ല. അങ്ങനെ പേടിയുള്ള ആൾക്കാർ ഇത് മുറിക്കുന്നതിന് മുമ്പിൽ ലേശം വെളിച്ചെണ്ണ കയ്യിലൊന്നിങ്ങനെ ഒന്ന് തട്ടി കൊടുത്താൽ മതി. അങ്ങനെ നമ്മൾ ഇതെല്ലാം ഒന്ന് മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പാചകം ഇത് വറുത്തെടുക്കാം. കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക. വറുക്കാൻ എങ്ങനെ നമ്മൾ സാധാരണ എണ്ണ ഒഴിച്ച് കൊടുക്കുക. ലേശം കടുക് പൊട്ടാനായിട്ട് അതുപോലെ നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുത്താൽ മതി. ഒന്ന് ചൂടായാൽ നമുക്ക് കടുക് പൊട്ടിക്കാം. ചൂടായി 1 സ്പൂണ് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടിക്കഴിഞ്ഞ് നമുക്ക് വറവ് നന്നായി എല്ലാം മിക്സാക്കി കൊടുക്കുക. അങ്ങനെ ഇത് നമ്മളെല്ലാം ഇളക്കി അടച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് അന്നേരം അതിരിക്കാം. അങ്ങനെ നമ്മളെ വറവ് റെഡിയായി തോന്നും. ഒന്ന് നോക്കുക, എടുത്ത് നോക്കാം. അങ്ങനെ കൊടുത്ത വറവ് റെഡിയായിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയില്ലേ? സാധാരണ നമ്മളെ ചീരയെല്ലാം വറുത്ത അടിപൊളിയായിട്ട് നല്ല ഭംഗിയുണ്ട്. ഇനി ഗ്യാസ് ഓഫാക്കാം. റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മളെ കൊടുത്ത വറവ് റെഡി ആയിട്ടുണ്ട്. ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇതിൻ്റെ ഗുണങ്ങൾ അറിയണമെങ്കിൽ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ അറിയാം. ഇതൊരു മെഡിസിനും കൂടിയാണ്. നല്ല ഗുണമുള്ള സാധനങ്ങളാണ്. പിന്നെ മഞ്ഞൾ വെള്ളത്തിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഇത് മുറിക്കുന്ന സമയത്ത് ചൊറിയില്ല. ഞാൻ ആദ്യവും പറഞ്ഞു, ഇപ്പവും പറയാന്ന്. ഇത് നല്ല ഒരു വറവ. ഇതിൻ്റെ ഗുണങ്ങൾ ഉണ്ടാക്കി നോക്കി കഴിച്ചാലേ അറിയൂ. നമ്മൾ 3-4 ദിവസം മുമ്പേ ഉണ്ടാക്കിയായിരുന്നു. അതിൻ്റെ ഒരു സാമ്പിൾ നോക്കിയായിരുന്നു. നല്ല അടിപൊളിയായിരുന്നു. അത് കുറച്ചേ വറുത്തിട്ടുള്ളൂ. അത് സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. അതുകൊണ്ട് എല്ലാവരും ഈ കൊടുത്ത വറവ് ഉണ്ടാക്കി നോക്കുക. നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ പറ്റിയിട്ടുള്ള അഭിപ്രായം എന്താണെന്ന് നോക്കിയിട്ട് നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. എല്ലാവരും എൻ്റെ ചാനൽ കാണുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയപൂർവ്വം നന്ദി. അതുകൊണ്ട് എനിക്ക് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും. ഇനി അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.